വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. റീസെൻ്റ്ലി ഞാനും ഹസ്ബൻഡും ഒരു യാത്ര പോയായിരുന്നു. അത് ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾക്കൊന്ന് കോട്ടയം പോകേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഫോം ചെയ്തൊരു എന്താ പറയുക, ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഞങ്ങളിന്ന് പോണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ക്ലിപ്സൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഒരു 9 o'clock ഇറങ്ങിയത്. എന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഹോട്ടൽ ഭാരതിയിൽ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞൊരു 10 minute വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഇവിടുന്ന് ഹസ്ബൻഡ് നേരത്തെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളവിടെ കയറിയത്. ഞാൻ ഇടിയപ്പം എഗ് കറിയാണ് ചൂസ് ചെയ്തത്. ഹസ്ബൻഡ് പൊറോട്ടയും ബീഫ് പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, മോശം പറയാനൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ യാത്രയിലേക്ക് എന്താ പറയുക കണ്ടിന്യൂ ചെയ്തു. അപ്പോഴത്തേക്കും മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നല്ലൊരു മഴയിലേക്കായി. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഒരു സൺഡേ ആയിരുന്നു കേട്ടോ, നല്ല മഴയായി. അങ്ങനെ കുറച്ചധികം പോകണമായിരുന്നല്ലോ. ഒരു 1 hour 1.5 hour ആയിരുന്നു ഞങ്ങൾക്ക് എന്താ പറയുക ടൈം വന്നിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എന്തിനും പോയ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് പോകേണ്ട ആ ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തത് അപ്പോഴായിരുന്നു. നേരെ ഒന്നും നോക്കിയില്ല, 2 റെയിൻകോട്ടൊക്കെ വാങ്ങി നമ്മുടെ ആ ഒരു പ്ലേസിലേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് എൻ്റെ ഷോർട്സും ഇൻസ്റ്റയിലെ റീൽസൊക്കെ കണ്ടവർക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് പോണ പ്ലേസ് എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയണ ആ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ ആ ഒരു സ്പോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വെൽക്കമിങ് ആണ് നമുക്ക് കിട്ടിയത്. റോഡ് മൊത്തത്തിൽ ഫോഗ് കൊണ്ട് നിറഞ്ഞ് കയറുന്നു. നല്ല രസമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള എന്താ പറയുക റോഡ് കാണാൻ പറ്റാത്ത രീതിക്കുള്ള അത്രയായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു. ഒരു 5 minute അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് അവിടെ നിന്നു. ഇതല്ലാണ്ട് നമ്മുടെ സ്പോട്ട് ആ ഒരു ഏരിയയിലേക്ക് പോണൊരു വഴിയാണിത്. അങ്ങനെ ഒരു 5 minute നമ്മളവിടെ നിന്ന് അപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ ഒരു ഭാഗത്തു നിന്ന് ആ ഒരു ഫോഗ് പോയിട്ടോ. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലെത്തി, ഇലവീഴ പൂഞ്ചിറ. എന്നിട്ട് ഒന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെറിയ ഷേക്കിങ്ങും സംഭവമൊക്കെ ഉണ്ടാവും. ബിക്കോസ് അത്യാവശ്യം നല്ല കല്ലുകളും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ നല്ല രീതിക്ക് നടക്കാനുണ്ട്. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് നടക്കാനുണ്ട്. കല്ലുണ്ട്, മണ്ണുണ്ട്, എല്ലാം ഉണ്ട്. ഞാനാണെങ്കിൽ അന്ന് എന്താ പറയുക നിർഭാഗ്യവശാൽ ക്രോക്സാണ് ഇട്ടേ. സീനായിപ്പോയി കാല്. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ ചെരുപ്പ് തമ്മിലൊന്ന് മാറ്റിയിട്ടാണ് ഞാനും ഹസ്ബൻഡും എന്താ പറയുക കയറിയത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ഒരു ഇതുപോലെ തന്നെയാണ് ഫുള്ളായിട്ട് നമുക്ക് കയറാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ അതിനനുസരിച്ച് കുലുങ്ങുന്നുണ്ട്. പിന്നെ കാല് ഇച്ചിരി സീനായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്. ഭയങ്കര നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല. ഇവിടെ പോയവരുണ്ടാകും കുറേ പേര്, അവർക്കറിയായിരിക്കും. ഇത് നിങ്ങൾ വരികയാണെങ്കിൽ റെയിനി സീസണിൽ വരാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്താ പറയുക ഭയങ്കര മഞ്ഞ് മൂടിയിട്ട് എന്താ തിരക്കുണ്ട്, പക്ഷെ എന്നാലും കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ. ആ ഒരു മൂവിയില്ലേ ഇലവീഴ പൂഞ്ചിറ, ആ ഒരു മൂവി കണ്ടവർക്ക് ഏറെക്കുറെ ഈ ഒരു പ്ലേസൊക്കെ ഫെമിലിയർ ആയിരിക്കും. ഒരു എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് പോലത്തെ ഒരു സ്പോട്ടാണ്. കണ്ടില്ലേ, ഈ ഒരു ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ പോകുന്തോറും നമ്മളങ്ങോട്ട് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കണം, അത്രയും ഫോഗായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു. അത്രയും നല്ലൊരു ഇതായിരുന്നു. ഈ ഒരു മരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അവിടെ ജീപ്പ് അവൈലബിൾ ആയിരുന്നു. നമുക്കിപ്പം നടക്കണ്ടാത്തവർക്ക് ജീപ്പ് ചൂസ് ചെയ്യാം. നമ്മൾ എന്തോ ഒരു എമൗണ്ട് കൊടുക്കണം. ഞങ്ങൾ പക്ഷേ ജീപ്പ് ചൂസ് ചെയ്തില്ല, രണ്ടും കൽപ്പിച്ച് നടക്കാമെന്ന് കരുതി. ഞങ്ങൾ ആദ്യമായിട്ട് ട്രിപ്പ് പോയപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയായിരുന്നു. അത് പക്ഷേ ഇച്ചിരി എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു കയറി ഇറങ്ങിയപ്പോൾ. പക്ഷേ ഇത് അതിലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ഷീണമോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം വരെ നമുക്ക് ജീപ്പിൽ എന്താ പറയുക പോകാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് നമ്മൾ നടക്കുക തന്നെ ചെയ്യണം. റെസ്ട്രിക്റ്റഡ് ആണ് വെഹിക്കിൾസൊക്കെ.
അപ്പോൾ പിന്നെ ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകും തോറും നല്ല കാറ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പുതിയ ആ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടു. ഈ പോലീസ് സ്റ്റേഷനാണല്ലോ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു സ്പോട്ടിൻ്റെ. ഇതാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുമ്പോൾ ഈ ഒരു പഴയ പോലീസ് സ്റ്റേഷനാണ് എല്ലാവരുടെയും മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു സ്പോട്ട്. അത് ശരിക്കും മഞ്ഞ് മൂടി ഇങ്ങനെ നിൽക്കുമായിരുന്നു ആ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. കുറേ കല്ലുകൾ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്കുണ്ട്. അവിടെ താഴെ കുറേ നേരം ഇരുന്ന് നമ്മൾ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ പയ്യെ പയ്യെ താഴേക്ക് ഇറങ്ങിയാണ്. ഇറങ്ങുന്തോറും നമുക്ക് മനസ്സിലായി നല്ലൊരു മഴക്ക് കോള് വരുന്നുണ്ട്. മഴയും അതുപോലെ തന്നെ നല്ല മഞ്ഞ് കൂടി വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറായി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാലറിയാം മഞ്ഞിങ്ങനെ പോണത്. ആ ഒരു ഫോഗ് ശരിക്കും ഞാനിത് ടൈം ലാപ്സിലെടുത്തത് നല്ല ഒറിജിനൽ വീഡിയോയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു രസമായിരുന്നു കാണാനായിട്ട്. എങ്ങനെ പറഞ്ഞ് തരണ്ടേന്ന് അറിയില്ല, അത്രയ്ക്ക് രസമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അടിപൊളി ഒരു മഴ അങ്ങോട്ട് പെയ്ത്. പിന്നെ അതിൻ്റെ ആ ഒരു മോൾ ഭാഗത്ത് തന്നെ ഒരു ചെറിയൊരു ഷെഡൊക്കെ കിട്ടി. ഒരു ചേച്ചി ചെറിയൊരു ചായക്കട പോലെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ മഴ മാറിയപ്പോൾ ഞങ്ങൾ പയ്യെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലും രസമായിരുന്നു. നമ്മൾ വന്ന വഴിയൊക്കെ അടിപൊളിയായിട്ട് നല്ല നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുന്ന കണക്ക് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര രസമായിട്ടിരിക്കുമായിരുന്നു. റോഡ് ഫുൾ കണ്ട നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തല്ല ഒരു ഹാഫ് ട്രാവലുണ്ട്. അടുത്ത് തന്നെ ആയിട്ട് അടുത്തൊരു സ്പോട്ടുണ്ട്. അങ്ങോട്ട് കൂടി പോകാമെന്ന് പറഞ്ഞു. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അവിടെ കൂടെ പോകാമെന്ന് കരുതി നമ്മൾ അത് ലൊക്കേഷൻ ഇട്ടു. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കാര്യം കുറേ നടന്നങ്ങോട്ട് വലിഞ്ഞാണ് വന്നതെങ്കിലും വിശപ്പോ അങ്ങനെ ടയേർഡ് സംഭവം ഒന്നുമില്ല ഞങ്ങൾക്ക്. അങ്ങനെ നേരെ നമ്മൾ നെക്സ്റ്റ് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയൊക്കെ കാണുന്നവർക്ക് അറിയാം ആ ഒരു സ്പോട്ട് ഏതാണെന്നൊക്കെ. അല്ലാത്തവർക്ക് ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഇപ്പം തന്നെ. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കാരണം കൊണ്ടാണ് ഞാനിത് 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോണത് സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പോൾ അത് ഞാൻ പാർട്ട് 2 ആയിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ വരെ എല്ലാവർക്കും ബൈ.